സെൻസർ ബോർഡിൽ നിന്ന് US സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. അന്യനിലും പിതാമകനിലും ഐയിലും ഒക്കെ കണ്ട് ആരാധകർ അതിശയിച്ച വേഷങ്ങൾക്കും അപ്പുറം ചിയാൻ വിക്രത്തിന്റെ വേറിട്ട അവതാരമാണ് തങ്കലാനിൽ പ്രേക്ഷകർ കാണാൻ പോകുന്നത് ഉറപ്പാണ്. വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന തങ്കലാൻ പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി കുറച്ച് സമയം മാത്രമാണ് ബാക്കിയാകുന്നത്. ആദ്യമായിട്ടാണ് വിക്രവും പാരഞ്ജിത്തും ഒരു ചിത്രത്തിൽ ഒരുമിക്കുന്നത്. ട്രെയിലറിലെ മാത്രം പ്രകടനം കണ്ട് അടുത്ത ദേശീയ പുരസ്കാരം വിക്രം കൊണ്ടുപോകുമെന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയ്ക്കും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു. തങ്കലാന് വേണ്ടി വിക്രം നടത്തിയ മേക്ക് ഓവർ പ്രശംസിച്ചെത്തിയ നിരവധി പ്രതികരണങ്ങളാണ് പുറത്തു വന്നത്. നിരവധി തവണ ചിത്രത്തിന്റെ റിലീസ് നീട്ടുകയും ചെയ്തിരുന്നു. നിലവിൽ ഓഗസ്റ്റ് 15-ന് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിർമ്മാതാവായ ജി ധനഞ്ജയൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ തങ്കലാൻ ഈ വർഷം ജനുവരിയിൽ റിലീസ് ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് 2 തവണ റിലീസ് നീട്ടിവെക്കുകയായിരുന്നു. അല്ലു അർജുന്റെ പുഷ്പ 2ന്റെ റിലീസ് ഡിസംബറിലേക്ക് മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ഓഗസ്റ്റ് 15 റിലീസ് തീയതിയായി തങ്കലാൻ ഉറപ്പിച്ചത് എന്നാണ് സൂചന. ഏറെ പ്രതീക്ഷയോടെയാണ് തമിഴ് സിനിമാ ലോകം ഈ ചിത്രത്തെ ഉറ്റുനോക്കുന്നത്. വിക്രം പാരഞ്ജിത്ത് കൂട്ടുകെട്ട് തന്നെയാണ് ആ കാത്തിരിപ്പിന് പിന്നിലെ പ്രധാന കാരണം. കോലാർ സ്വർണ്ണഗനി അഥവാ KGF-ന്റെ പശ്ചാത്തലത്തിലുള്ള പീരിയോഡിക്കൽ ആക്ഷൻ ചിത്രമാണ് തങ്കലാൻ. 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ടാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത്. KGF-ന് തുടക്കകാലത്ത് നടന്ന സംഘർഷഭരിതമായ സംഭവങ്ങളാണ് ചിത്രത്തിലുള്ളത്. ടീസറിൽ നിന്ന് തന്നെ ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ചിത്രം നൽകുമെന്ന് ഉറപ്പ് പ്രേക്ഷകർക്ക് ലഭിച്ചിട്ടുണ്ട്. ട്രെയിലർ ഇക്കാര്യം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. വിക്രത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയും കഥാപാത്രവുമായിരിക്കും തങ്കലാൻ എന്നാണ് ട്രെയിലറും ടീസറും ഒക്കെ കണ്ട പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ അപ്പോകാലിപ്റ്റിയാണോ വരാൻ പോകുന്നത് തുടങ്ങിയ കമന്റുകളും ട്രെയിലറിനും ടീസറിനും ഒക്കെ താഴെ ഉണ്ടായിരുന്നു. അത്തരം പ്രതികരണങ്ങൾ തന്നെ പ്രിവ്യൂ ഷോ കണ്ടവരുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. മാളവിക മോഹൻ, പാർവതി തിരുവോത്ത്, പശുപതി, ഹരികൃഷ്ണൻ, അൻപുതുരൈ എന്നിവർക്കൊപ്പം ഹോളിവുഡ് ആക്ടർ ഡാനിയൽ കൽക്കാഗിറോണും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട്. KE ജ്ഞാനവേൽ നിർമ്മിക്കുന്ന ചിത്രത്തിന് വേണ്ടി സംഗീത സംവിധാനം ഒരുക്കിയിട്ടുള്ളത് GV പ്രകാശാണ്. എന്തായാലും ചിത്രം പ്രതീക്ഷിച്ച സമയത്ത് തന്നെ എത്തുമോ എന്നറിയാനുള്ള ആകാംക്ഷയും ആരാധകർക്കുണ്ട്. സ്റ്റുഡിയോ ഗ്രീനും നീലം പ്രൊഡക്ഷൻസും ചേർന്ന് ഒരുക്കുന്ന ചിത്രം വമ്പൻ പ്രതികരണം നേടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മദ്രാസ്, കബാലി, കാല, സർപ്പട്ട പരമ്പരൈ, നക്ഷത്രം, നഗർക്കിരുത് തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തങ്കലാൻ. അതുപോലെ ചിയാൻ വിക്രത്തിന്റെ 63-ാമത്തെ ചിത്രവും അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ്. രസാവതി, മകാമുനി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ശാന്തകുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിക്രത്തിന്റേതായി ഇനി എത്താൻ പോകുന്നത്. ഇതുവരെ ടൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. വീരധീര സൂരൻ എന്ന സിനിമയുടെ ജോലികളും നിലവിൽ വിക്രത്തിന്റേതായി അണിയറയിൽ നടക്കുന്നുണ്ട്. ഇത് വിക്രത്തിന്റെ 62-ാമത്തെ ചിത്രമാണ്. റിയാസാബു നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം SU അരുൺകുമാറാണ്. മലയാളത്തിൽ നിന്ന് സുരാജ് വെഞ്ഞാറമൂടും വീരധീര സൂരനിൽ ഉണ്ടാകും എന്നാണ് വിവരം. വിക്രം നായകനായി എത്തിയ ധ്രുവ നക്ഷത്രം എന്ന ചിത്രവും റിലീസിന് കാക്കുകയാണ്.